കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമുക്ക് ഉച്ചാരണങ്ങളുടെ ദൈവമാണ്. ഓരോ ദിവസങ്ങളും അവിടുന്ന് നമ്മെ ജയത്തോടെ നടത്തുന്നു. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ അനന്തത്തോടെ നിർത്താൻ കഴിവുള്ള കർത്താവിന് നമുക്ക് നന്ദി പറയാം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടും. ആയുസ്സിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആരോഗ്യത്തിന്, കുടുംബജീവിതത്തിന്, തലമുറകൾക്ക്, ഔദ്യോഗിക മേഖലകൾക്ക് ജോലി ചെയ്യാൻ ദൈവം ബലം നൽകിയതിന് എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും. കാരണം ദൈവം ആരോഗ്യം നൽകിയതുകൊണ്ടും ബലം നൽകിയതുകൊണ്ടും അല്ലേ നമ്മൾ ഓരോ ദിവസമായിരിക്കുന്നത്. നമ്മുടെ ധനം കൊണ്ട് നമുക്കൊരു ദിവസം ആയിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ആരോഗ്യത്തെ പിടിച്ചു നിർത്താൻ നമ്മുടെ പണിക്ക് കഴിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പറയണം, എൻ്റെ ദൈവമാണ് എനിക്ക് ഓരോ ദിവസവും നൽകിയത്. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. 136 സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേൻ, അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദൈവം നീക്കമുള്ളത്. താഴ്ചയിലോർത്തവന്, വൈരിയുടെ കയ്യിൽ നിന്ന് വിടുവിച്ചവന്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന്, അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ ഇന്ന് പകലിലും നമുക്കിടയാക്കണം. അവിടുത്തെ ദയ നമ്മൾ നിന്ന് എടുത്തു കളയാത്ത ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ടാണ് പ്രവചന പുസ്തകത്തിൽ നാം ആവർത്തിച്ച പറയുന്ന പദം, പർവ്വതങ്ങൾ മാറിപ്പോകും. മാറത്തിൽ നിന്ന് ചിന്തിക്കുന്ന സ്ട്രോങ് ആണെന്ന് ചിന്തിക്കുന്ന പലതും മാറും. കുന്നുകൾ അവിടെ നിന്ന് നീങ്ങിപ്പോകും. നീങ്ങത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്ന പലതും നീങ്ങിപ്പോകും. എങ്കിലും നീങ്ങിപ്പോകാത്ത ദൈവത്തിൻ്റെ ദയ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. ആ സമാധാനത്തിൻ്റെ നിയമം മാറിപ്പോകുകയില്ല. ദൈവത്തിൻ്റെ ദയ നീങ്ങിപ്പോകാത്തത് കൊണ്ടാണ് കാൽവറിയിലൂടെ നമ്മളെ കാണിച്ച മഹാദയ അല്ലേ നമ്മളെ നേടേണ്ടതിന് എൻ്റെ യേശു അവസാനത്തുള്ള രക്തവും ഊറ്റിക്കൊടുത്തില്ലേ? ആ ശരീരം കീറിമുറിക്കപ്പെട്ടില്ലേ? ഒരു പാപവും ചെയ്യാത്ത യേശു ക്രൂശീകരിക്കപ്പെട്ടില്ലേ? അനുഭവിച്ച വേദനയുടെ ആഴങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനായിരുന്നു? പാപം ഒഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട യേശു പച്ചമാംസത്തിൽ വലിയ കുന്തങ്ങൾ കുത്തിക്കയറ്റി, ചാട്ടാവാറുകൊണ്ട് മാംസം കഷ്ണങ്ങൾ പറിച്ചെടുത്തു, തലയിൽ വലിയ മുള്ളടിച്ച് കയറ്റി, 2 കർണത്തും മാറി മാറി അടിച്ചു. എന്നിട്ടും പറയുകയാണ്, കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്താണോ അത് നിവർത്തീകരിക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളെ പുത്രന്മാരും പുത്രിമാരും ആക്കുകയായിരുന്നു. ആ കൃപയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതിനുവേണ്ടി യേശു കാൽവറിയിൽ ഇഞ്ചിഞ്ചായി യാഗമായെങ്കിൽ ആ മഹാസ്നേഹത്തെ ഓർത്ത്, ആ ദയ ഓർത്ത് എങ്ങനെ മൗനമായിരിക്കും? നന്ദി പറയാൻ തയ്യാറുണ്ടോ? കർത്താവ് എന്നെ സ്നേഹിച്ച, എന്നെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിനായി സ്തോത്രമെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. ആ അടിപ്പിണ്ടാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു അടികൊണ്ട് പിളഞ്ഞത്, അടികൊണ്ട് ആ വേദനയുടെ ആഴം സഹിക്കാതെ കരഞ്ഞതും നമുക്ക് സൗഖ്യം വരേണ്ടതിനാ. ക്രൂശിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന തിരുവെഴുത്തെന്തിന് നിവൃത്തിയായി? നമ്മുടെ ശവം മാറ്റാനായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ ആ ദയക്കായിട്ട് ഈ പ്രഭാതത്തിൽ എത്ര പേർ
നന്ദി പറയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം നമുക്കെല്ലാം അറിയാം. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കാം, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. ഈ രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേൽക്കണം, ദൈവസന്നിധിയിൽ നിലവിളിക്കണം, ഹൃദയത്തെ കർത്തൃസന്നിധിയിൽ പകരണം. സ്തോത്രം. യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിച്ചാൽ യാമത്തിൽ ഇറങ്ങി വരുന്ന 4-ാം യാമത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആർക്കും ഇറങ്ങി വരാത്ത പ്രതികൂലത്തിൻ്റെ കാറ്റടിക്കുമ്പോൾ, ഉലച്ചു കളയുന്ന വ്യാപാരങ്ങൾ തൻ്റെ ജനത്തിനെതിരെ നിൽക്കുമ്പോൾ, കുലുക്കിക്കളയുന്ന, മറിച്ചു കളയുന്ന ശക്തമായ വെല്ലുവിളികൾ നിലനിർത്തത്തില്ലെന്ന്, ഉറപ്പിക്കത്തില്ലെന്ന് വാദിക്കുമ്പോൾ ഇവിടെ ചെയ്യേണ്ടത് യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഭക്തൻ ഏതു പ്രതിസന്ധിയിലും നിലനിൽക്കും. പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ വൻകാറ്റടിക്കട്ടെ, മഴ ചൊരിയട്ടെ, കൊടുങ്കാറ്റുകൾ വരട്ടെ, അവൻ പതറത്തില്ല. കാരണം അവൻ പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, എൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിലാണ്. സ്തോത്രം. യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ അടുത്തു വരാൻ തയ്യാറാകുമെങ്കിൽ തിരുമഹത്വം ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. പ്രാർത്ഥിക്കുന്ന പ്രിയരെ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട്. എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്ന ചില വിഷയങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ റിസൾട്ടുകൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അത് തുറക്കുമ്പോൾ ആർക്കും ഇമാജിൻ ചെയ്യാത്തതായിരിക്കാം. ആ വിടുതൽ ലോകത്തിൻ്റെ മുമ്പിൽ ഒരാശ്ചര്യചിഹ്നമാക്കി മാറ്റാൻ, ചോദ്യചിഹ്നത്തെ ആശ്ചര്യചിഹ്നമാക്കി മാറ്റുന്നത് പോലെ തിരുമഹത്വം വെളിപ്പെടുകയാണ്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. ഹൃദയത്തെ വേറെങ്ങുമല്ല പകരുന്നത്. മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ വിഷയം പകർന്നാൽ അവർ മാറിയിരുന്ന് ചിലപ്പോൾ പരിഹസിക്കുന്നവരുണ്ടാവാം, അതിനെ വിമർശിക്കുന്നവരുണ്ടാവാം, കഷ്ടമായല്ലോ എന്ന് പറഞ്ഞ് പരിതപിക്കുന്നവരുണ്ടാകും. പക്ഷേ കർത്തൃസന്നിധിയിൽ ഹൃദയം പകർന്ന ഹനയെ, നിന്റെ നെടുവീർപ്പ് ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. വേറെ ആർക്കും അത് തിരിച്ചറിയാൻ, അതിൻ്റെ അർത്ഥം അറിയാൻ കഴിയാതിരുന്നപ്പോൾ, അതിൻ്റെ ആഴം മനസ്സിലാകാതിരുന്നപ്പോൾ, ഹൃദയം കർത്തൃസന്നിധിയിൽ പകർന്ന വ്യക്തിത്വങ്ങളെ അതിനൊരു റിസൾട്ട് വന്നതുപോലെ ഈ പകൽ രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ, ആത്മാവിൽ പോരാടാൻ തയ്യാറാവട്ടെ. രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു. രാത്രിയിൽ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യണം, വിടുതലുകൾക്ക് സ്തോത്രം ചെയ്യണം, സൗഖ്യത്തിന് സ്തോത്രം ചെയ്യണം, ബലത്തിന് സ്തോത്രം ചെയ്യണം, ദൈവിക സമാധാനത്തിന് സ്തോത്രം ചെയ്യണം, കൈകളെ അറുത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പോൾ രാത്രിയിലെ സകല ഭയങ്ങളും മാറും. രാത്രി നിന്നെ പീഡിപ്പിക്കാൻ നിൽക്കുന്ന ശക്തികൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. സ്തോത്രം ചെയ്യുന്ന ദാനിയേലിന് വേണ്ടി സിംഹങ്ങളുടെ വായ അടച്ച ദൈവമാ നമ്മുടെ ദൈവമെങ്കിൽ, രാത്രിയിൽ യാമാരംഭത്തിങ്കൽ സ്തോത്രം ചെയ്യണം, യാമാരംഭത്തിങ്കൽ പ്രാർത്ഥിക്കണം, യാമാരംഭത്തിങ്കൽ ഹൃദയത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ പകരണം. പകരാൻ തയ്യാറാകുമെങ്കിൽ ദേശത്ത് നിൻ്റെ റിസൾട്ടുകൾ എല്ലാവരുടെയും മുമ്പിൽ അതൊരു പ്രസിദ്ധമാകുന്നതായിത്തീരും. കഴിഞ്ഞ നാൾ ചോദിച്ചില്ലേ, എന്തുകൊണ്ടുണ്ടാകുന്നില്ല, എന്തുകൊണ്ടത് നടക്കുന്നില്ല? ഇപ്പം മറുപടി പറയാൻ കഴിയത്തില്ലേ? ദൈവം ചെയ്തു. യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലിലും ദൈവം എഴുന്നേറ്റ് വരും. വിശ്വസിക്കുക. എങ്ങനെ നിൽക്കും? അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്തെടുക്കും? സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. നിന്റെ ഹൃദയം കർത്തൃ സന്നിധിയിലാണ് പകർന്നത്, മനുഷ്യൻ്റെ മുമ്പിലല്ല. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനുമല്ല. ആ ദൈവം ഇറങ്ങി വരും. വിശ്വസിക്കുക.
ആ ദൈവം കരത്തി പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച ഭക്തന്മാർക്ക് വേണ്ടി പിറ്റ പ്രഭാതത്തിൽ അത്ഭുതം ചെയ്ത ദൈവത്തെ നമ്മൾ സേവിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം ചെയ്യാൻ തയ്യാറുണ്ടോ? യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. കർത്തൃ സന്നിധിയിലാണ് ഹൃദയം പകരുന്നത്. കർത്തൃ സന്നിധിയിൽ ഹൃദയം പകർന്നാൽ നിന്റെ ഹൃദയം ആനന്ദിച്ച് സന്തോഷിക്കും, ഉല്ലാസമുണ്ടാകും. സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. മുട്ടുകുത്തി പ്രാർത്ഥിച്ച യേശു രാത്രി മൊത്തം പ്രാർത്ഥിച്ചു. പിതാവായ ദൈവം കൈവിട്ടോ? ദൈവസാന്നിധ്യം ഇറങ്ങിയില്ലേ? ഹല്ലേലൂയ. അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് മുട്ടിന്മേൽ നിൽക്കും. ദൈവകൃപ ഞാൻ ഏറ്റെടുക്കും. അങ്ങനെ നിൽക്കുന്നവരുടെ മേൽ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യും, വഴി പറഞ്ഞു തരും. ഇനി എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ള ചോദ്യത്തിന് ഉത്തരമുണ്ടാവും. വിളിച്ചവൻ പറയും, ഞാൻ കൂടെയുണ്ട്. മുമ്പോട്ട് പോവുക, മുമ്പോട്ട് പോവുക, മുമ്പോട്ട് പോവുക. ഭയപ്പെടരുത്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ പകരാമോ ഹൃദയത്തെ? വേറെങ്ങും പകരരുത് കേട്ടോ. പകർന്ന റിസൾട്ട് ഉണ്ടാവില്ല. പകരേണ്ടവൻ്റെ മുമ്പിൽ പകരൂ. നിന്റെ മുഖം ഇനി വാടിപ്പോകത്തില്ല കേട്ടോ. ഹൃദയത്തിൻ്റെ അകത്ത വേദന ആർക്കും അറിയില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്തായിത്തീരും. അത് പിന്നെ അസാരസ്യങ്ങളിലേക്ക് വഴി തെളിക്കുന്നില്ലേ? ആ തന്ത്രങ്ങളെ മനസ്സിലാക്കി പറ, കർത്താവേ, ഞങ്ങൾ കർത്തൃസന്നിധിയിൽ പകർന്നിട്ടുണ്ട്. വിഷയം ഈ പകൽ വിടുതൽ വ്യാപരിക്കണം, കരുതലുകൾ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. ഇരിക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വരുത്താൻ എൻ്റെ ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതി. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. യേശുവിൻ നാമത്തിൽ. സഹോദര, നിങ്ങളോടായി ദൂത്. സഹോദരി, നാളുകൾ നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? കർത്താവ് ഇന്ന് പകൽ പറയുന്നു, പകർന്നത് എവിടാ? നിൻ്റെ ഒരു കണ്ണുനീര് പോലും വെളിപ്പോവില്ല. അത് ശേഖരിച്ച് വെച്ച് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. മൊർദെഖായി റൈറ്റ് ടൈമിൽ ഓർത്ത ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. എത്രയധികം ഭക്തൻ കരഞ്ഞു. പട്ടണത്തിൽ പോയി അത്യുച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞ മനുഷ്യനല്ലേ? അതേ പട്ടണത്തിൽ പരസ്യമായി ദൈവം മാനിച്ചില്ലേ? അങ്ങനെയെങ്കിൽ നീ കരഞ്ഞെങ്കിൽ ആ കരച്ചിൻ്റെ ശബ്ദം കേട്ടിട്ട് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഈ പകലൊരു തീരുമാനമെടുക്കുക. എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമുണ്ടാകും. പരസ്പരം ഇനി ഞാൻ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, സംശയത്തിൻ്റെ വാക്കുകൾ എൻ്റെ കൂടാരത്തിനകത്ത് ഇനി വരില്ല എന്നൊരു തീരുമാനമെടുക്കണം. കർത്തൃസന്നിധിയിൽ ഹൃദയം പകർന്നവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഒരു റിസൾട്ട് ഉണ്ടാകും. യേശുവിൻ നാമത്തിൽ. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മേൽ, അവരുടെ വിഷയത്തിന്മേൽ സ്വർഗം ചെയ്തിരിക്കാൻ സ്തോത്രം. അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. യമാരംഭത്തിൽ എഴുന്നേറ്റവന് വേണ്ടി ദൈവം എഴുന്നേറ്റ് വന്ന് ശാസിക്കേണ്ടതിനെ ശാസിച്ച, തുറക്കേണ്ടത് തുറന്ന്, വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് പകൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവ് ബലപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. ചോദ്യങ്ങൾക്ക് ദൈവം ഉത്തരം നൽകിയിരിക്കാൻ സ്തോത്രം. ഈ ബലത്തോടെ ഇന്ന് പകൽ ദൈവം ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, ഞങ്ങൾ പകർന്നത് കർത്തൃസന്നിധിയിലാണ്. അതുകൊണ്ട് റിസൾട്ട് ഉണ്ട്, വിശ്വസിക്കുന്നു. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.